Hello, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, start again. എടുത്ത ഭാഗമൊക്കെ വായിച്ചൊക്കെ നോക്കിയോ എല്ലാവരും? സ്നേഹ നമ്മൾ എവിടെ വരെ എടുത്തു പറയാമോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? സ്നേഹ ഉണ്ടോ അവിടെ? ഇല്ല. അഞ്ജന പറയാമോ? ഓർത്തോപീഡിയാട്രിക് വരെ എടുത്തു. യെസ്. ഓർത്തോപീഡിക്സ് വരെ എടുത്തു എന്നാണ് അഞ്ജന പറയുന്നത്. എല്ലാവരും അവിടെ വരെ എത്തിയോ? ഞങ്ങളും അവിടെ വരെയാണ്. ചിലപ്പോ ചില ആളുകള് തൊട്ട് മുന്നത്തെ ക്ലാസ് ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല, ലൈവിൽ കയറാനോ അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണാനോ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ കൂടി ഒരു ഓർമ്മപ്പെടുത്തലാണ്. ചില ചാപ്റ്റേഴ്സ് എടുക്കുമ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഇന്ന ചാപ്റ്റർ തീർന്നിട്ടാണോ ടീച്ചർ മറ്റേ ചാപ്റ്ററിലേക്ക് പോകണേ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻസ് ഒക്കെ വരുന്ന ചില ആളുകളുണ്ട്. നമ്മളോട് മെസ്സേജ് ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിന്യൂറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെ എടുത്തു, നമുക്ക് ഇൻ കേസ് ഈ ഒരു ക്ലാസ് കിട്ടിയില്ല, നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, റെക്കോർഡഡ് ക്ലാസ് ആയിക്കോട്ടെ, ലൈവില് അറ്റൻഡ് ചെയ്യാനോ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ എന്ത് ചെയ്യണം? ആ ക്ലാസ്സിൽ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേ പീരീഡ്, അതായത് ടീച്ചറിന്റെ ക്ലാസ് അടുത്ത പീരീഡ് എവിടെ എന്നാണോ ഏത് ദിവസമാണോ, എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ടീച്ചേഴ്സിന്റെ ഇല്ല, ഓൾട്ടർനേറ്റ് ദിവസങ്ങളിലായിരിക്കും ചിലപ്പോൾ ക്ലാസ് ഉണ്ടാകുക. പിന്നെ ഉണ്ടായി അത് കഴിഞ്ഞ് പിന്നെ എന്റെ ക്ലാസ് നോക്കണ്ട, ഇത് മാത്രം ആഴ്ചയിൽ ഒരു ദിവസമുള്ളൂ. ബാക്കി ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇപ്പൊ ഇന്നുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ അടുത്ത ദിവസം ഉണ്ടാവില്ല, പിന്നെ ദിവസമൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ആ ലാസ്റ്റ് ക്ലാസ്സിൽ ആ മിസ്സിന്റെ ക്ലാസ് എവിടം വരെ എടുക്കും എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പറഞ്ഞ് ചോദിച്ചൊക്കെ വെച്ചിരിക്കുന്നത് നല്ലതല്ലേ? നിങ്ങൾക്ക് തന്നെ ഓൾറെഡി നിങ്ങൾ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെയൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി വെക്കാട്ടാ. അല്ലെങ്കിൽ നിങ്ങളിപ്പോ നോട്ടിലൊക്കെ കുഞ്ഞു കുഞ്ഞ് ചില ലെക്ചർ നോട്ട് പോലെയോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുന്ന എക്സ്പ്ലനേഷൻസ് ഒന്ന് നോട്ട് ചെയ്യാനൊക്കെ നോട്ടൊക്കെ കീപ്പ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചില സംശയങ്ങൾ ചിലവരൊക്കെ പ്രകടിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ നിങ്ങളുടെ ബാച്ചുകാർ മാത്രമല്ല വേറെ ബാച്ചസും അങ്ങനെ സംശയം ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞത്. നിങ്ങളൊരു നോട്ട് ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലേ, നോട്ട് ബുക്കിൽ എഴുതുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചിലവര് ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊക്കത്തിലൊക്കെ എഴുതി വെക്കും. ആ വേർഡിന്റെയോ അല്ലെങ്കിൽ ചില സെന്റൻസുകളായിട്ട് അവിടെ ഇവിടെയൊക്കെ സൈഡിലൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ എഴുതി വെക്കും. നമ്മളുടെ എളുപ്പത്തിൽ നമുക്കത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അത് ഉപകരിക്കും അങ്ങനെയൊക്കെ എഴുതി വെക്കുമ്പോ. അപ്പൊ ഞാനിപ്പോ ഇടയ്ക്ക് ചില കാര്യങ്ങൾ നോട്ടായിട്ട് എഴുതാൻ പറഞ്ഞ് തരാറുണ്ടല്ലേ. അപ്പൊ തരാറുള്ളപ്പോ നിങ്ങൾ എവിടെയെങ്കിലും ആ നോട്ടിലാണെങ്കിൽ നോട്ടില് അത് കൃത്യമായിട്ട് ഹെഡിങ് പറഞ്ഞിട്ടാണ് ഞാൻ അത് പറയുന്നത്. ഇന്ന ചാപ്റ്റർ ആണെന്ന് നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. ആ ചാപ്റ്ററിൽ ഏത് ഹെഡിലാണ് അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തേക്കണേന്ന് അറിയണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ പാടായിരിക്കും, നിങ്ങൾക്ക് അതൊക്കെ എവിടെയെങ്കിലൊക്കെ പോയി തപ്പേണ്ടി വരും. അതിന് പകരം അത് നോട്ടിലാണെങ്കിൽ നോട്ടിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ അങ്ങനെ കുറിച്ച് കുറിച്ചൊക്കെ വെക്കുക. പെട്ടെന്ന് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് വായിക്കാനൊക്കെ ഒരു എന്താ പറയാ ഒരു ഇഷ്ടം തോന്നൂലേ? അങ്ങനെയൊക്കെ എഴുതി വെക്കുമ്പോ അങ്ങനെയൊക്കെ നോക്കി പഠിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്ന് ഓർത്തൊന്ന് മാത്രം പറഞ്ഞതാണ്. അപ്പൊ ഓർത്തോപെഡിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് വരെയാണ് നമ്മൾ പറഞ്ഞത്. അഞ്ജന പറഞ്ഞത് ശരിയാണ്. നിങ്ങളെ കൂടി അവിടെ വരെ എത്തിയോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്തായിരുന്നു? ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയിട്ടുള്ള ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ്? The diseases which affect our musculoskeletal system അല്ലെ, നമ്മുടെ മസിൽസ്, ബോൺസ്, അതുപോലെ തന്നെ ടെൻഡൻസ്, ലിഗ്മെന്റ് അല്ലെ, ചലന ഞരമ്പ്, അതുപോലെ തന്നെ മസിൽസ്, പിന്നെ എന്താ പറയാ ബോൺസ്, അസ്ഥികള്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ, ഡിസീസസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഓർത്തോപെഡിക്സ്. ആൻഡ് ഓൾസോ സം സ്പെഷ്യാലിറ്റി സർവീസസും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഹിപ്പ് റീപ്ലേസ്മെന്റ്, അതൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ
അങ്ങനെയൊക്കെയുള്ള തകർച്ചകളൊക്കെ ഇടുപ്പിന്റെ അവിടെയൊക്കെ വലിയ വീഴ്ചയും വലിയ ഹൈറ്റിൽ നിന്നൊക്കെ വീഴുമ്പോൾ ഉണ്ടാകുന്ന അത് പണ്ട് കാലത്തൊന്നും അതിന് വലിയ ട്രീറ്റ്മെന്റ് ഒന്നും ഉണ്ടായില്ല. അങ്ങനെ തന്നെ ബെഡ് റിട്ടൺ ആവുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്നൊക്കെ ഒരുപാട് ഫെസിലിറ്റീസ് ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തതുകൊണ്ട് ഇപ്പൊ വരെ റിപ്ലേസ് ചെയ്യാം. നീ ക്യാപ്പ്, മുട്ടിന്റെ ചിരട്ട എന്ന് പറയും അല്ലെ നമ്മള്, ഒരു ക്യാപ്പ് പോലത്തെ സാധനം, അതിന്റെ റീപ്ലേസ്മെന്റ് അടക്കം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഓൾസോ നമ്മൾ സാധാരണ ഉണ്ടാകുന്ന ചില വീഴ്ചകൾ, തട്ടി വീഴോ വീടിനകത്തുള്ള സ്റ്റെപ്പിൽ വീഴോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രാക്ചേഴ്സ്, ഡിസ്ലൊക്കേഷൻ ഓഫ് ജോയിന്റ്സ് അല്ലെ, ജോയിന്റുകളുടെ ഡിസ്ലൊക്കേഷൻ, ഇതും ഒക്കെ നമ്മുടെ OP, NP, IP സർവീസസ് ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഔട്ട് പേഷ്യന്റ് സർവീസസിൽ വരുന്നതാണ് ഈ ഓർത്തോപെഡിക്കിൽ തന്നെ ഔട്ട് പേഷ്യൻസ് ആയിട്ട് വരുന്നത്. ഇതുപോലെയുള്ള എന്താ പറയാ, കൈയൊടിയ, കാലൊടിയ, വിരലുകൾക്ക് എന്തെങ്കിലും ഫ്രാക്ചർ സംഭവിക്കാം, അതുപോലെ എല്ല് പൊട്ടുക, ഇങ്ങനെയൊക്കെ, അതൊക്കെ അവിടെ സ്ഥിരമായിട്ട് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇൻപേഷ്യന്റ് ആകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഔട്ട് പേഷ്യൻസിന് അങ്ങനെയുള്ള സർവീസസും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത്. സോ ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ്. അടുത്തത് ഏതാ? പീഡിയാട്രിക്സ് ആൻഡ് നിയോനേറ്റോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. പീഡിയാട്രിക്സും നിയോനേറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ഇസ് ദർ എനി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ഡിപ്പാർട്ട്മെന്റ്സ്? ഉണ്ടോ? അങ്ങനെ രണ്ട് ഡിപ്പാർട്ട്മെന്റും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രത്യേകത? എന്തുകൊണ്ട് ഇതിന്റെ രണ്ടും കൂടി ഒരുമിച്ച് വന്നു? പീഡിയാട്രിക്സ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ഔട്ട് പേഷ്യന്റ് ആൻഡ് ഇൻപേഷ്യന്റ് കെയർ കൊടുക്കുന്നുണ്ട്. ബോത്ത് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് കെയർ ഈസ് ഗിവൻ ടു ദ സിക്ക് ഇൻഫാന്റ്സ് ആൻഡ് ചൈൽഡ്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് പീഡിയാട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ശിശുക്കൾക്കും അതുപോലെ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഇൻപേഷ്യന്റ് ആയിട്ടും, അതായത് കിടത്തി ചികിത്സിക്കാം, ഡെയിലി വന്ന് നോക്കി പോകുന്ന ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റും പ്രൊവൈഡ് ചെയ്യുന്നതാണ് പീഡിയാട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ഈ പീഡിയാട്രിക്സിന്റെ ഒരു സബ് സ്പെഷ്യാലിറ്റി, അതിന്റെ ഒരു എന്താ പറയുക വിദഗ്ധ വിഭാഗമാണ് നമ്മുടെ neonatology, which provides medical care for newborn child. ആർക്ക് വേണ്ടിയിട്ടാണ്? മറ്റേത് കുട്ടികള്, ശിശുക്കളെ എല്ലാം പെടും. എന്നാൽ ന്യൂബോൺ ചൈൽഡിന് ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രത്യേകതകൾ, ചില പ്രത്യേകതകളോടുകൂടി ചില കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോ തന്നെ, അല്ലാതെ ഇപ്പൊ നമുക്കറിയാം ഒരു അമ്മ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞുമ്പോ എന്താണ് അവിടെ ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അമ്മയ്ക്കും കുട്ടികൾക്കും അവിടെ എന്താ പറയാ, അമ്മയ്ക്ക് കൊടുക്കേണ്ടതായ ട്രീറ്റ്മെന്റുകൾ നോക്കാൻ വേണ്ടിയിട്ട് ഗൈനക്കോളജി വിഭാഗത്തിൽ ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒബ്സ്റ്റട്രിക്സ് വിഭാഗത്തിൽ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ കുട്ടികളെ നോക്കാനായിട്ട് എന്താ പറയാ, പീഡിയാട്രിക്സ് വിഭാഗം, അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഡോക്ടേഴ്സ് വന്നിട്ട് കുട്ടികൾക്ക് യാതൊരു കുഴപ്പമില്ലെങ്കിലും നമുക്കറിയാം ആ 1-2 ദിവസമൊക്കെ അവിടെ കിടക്കുമ്പോൾ വൺസിന്റെ ഡേയിൽ അവർ വന്ന് ചെക്കപ്പ് ഒക്കെ ചെയ്യും. കുട്ടികളുടേതായ എല്ലാ ഫംഗ്ഷനിങ് ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് എന്നൊക്കെ എൻഷുർ ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ 2-3 ദിവസം കഴിയുമ്പോൾ അവരെ ഡിസ്ചാർജ് ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ആണ് പീഡിയാട്രിക്സ് വിഭാഗം, അത് സാധാരണയായിട്ടുള്ളത്. അതേസമയം എന്തെങ്കിലും നോർമൽ അല്ലാത്ത രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് ജനിക്കുന്ന കുട്ടികളുണ്ടാകും അല്ലെ, പ്രീമെച്യൂർ, അതിന്റെ ഒരു ഉദാഹരണമാണ് പ്രീമെച്യൂർ ബേബീസ് ഉണ്ട്. ദാറ്റ് മീൻസ് ബേബീസ് ഹു ആർ ബോൺ ബിഫോർ ദ ഡേറ്റ്. അവരുടെ ഒരു ഡേറ്റ് നമ്മുടെ ഡോക്ടേഴ്സ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കൃത്യ ടൈമിംഗ് ഉണ്ടല്ലോ, 9 മാസം എന്നും 9 ദിവസം എന്നും 9 നാഴിക വിനാഴിക എന്നൊക്കെ പറയും അല്ലെ. 9 months ആണ്. അപ്പൊ 9 months ആണ്. 9 months പ്ലസ് 9 days എന്താ പറയാ ഡേയ്സ് കൂടി ആഡ് ചെയ്തിട്ടാണ് ഡോക്ടേഴ്സ് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് നമ്മൾ പറയുന്ന ഒരു ടൈമിങ്ങിലായിരിക്കും ഉണ്ടാകാവുന്നത് അല്ലെ. നമ്മുടെ ഡെലിവറി ഒക്കെ ഉണ്ടാകാവുന്ന ഡോക്ടേഴ്സ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതനുസരിച്ചാണ് നമുക്ക് ചെക്കപ്പുകളൊക്കെ തന്നുകൊണ്ടിരിക്കുക. അതേസമയം ഇതിനേക്കാൾക്ക് കുറെ മുമ്പ്, ചിലപ്പോൾ 6 months കഴിയുമ്പോൾ 7 months കഴിയുമ്പോൾ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് കുട്ടികൾ ജനിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രത്യേകം ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളത് മാത്രമല്ല, എസ്പെഷ്യലി ഫോർ ചിൽഡ്രൻസ് ദോസ് ആർ ബോൺ ബൈ ബർത്ത് വിത്ത് സം ഇൽനെസ്, എന്തെങ്കിലും രോഗങ്ങളാൽ തന്നെ ജനിക്കുന്ന കുട്ടികളുണ്ട്. സോ അവർക്കെല്ലാം ട്രീറ്റ്മെന്റ് കെയർ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള സബ് സ്പെഷ്യാലിറ്റി ഓഫ് പീഡിയാട്രിക്സ്, പീഡിയാട്രിക്സിന്റെ ഒരു സബ് സ്പെഷ്യാലിറ്റി ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നിയോനേറ്റോളജി. സോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പീഡിയാട്രിക്സ് ആൻഡ് നിയോനേറ്റോളജി? ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിനുള്ള വ്യത്യാസം മനസ്സിലായോ? ഓക്കെ, അപ്പൊ ബോത്ത് ആർ നോട്ട് സെയിം. മറ്റേതിന്റെ ഒരു സബ്ബായിട്ട് വരാൻ കീഴിൽ വരുന്നതാണ്. പീഡിയാട്രിക്സ് എന്ന് പറയുന്നതാണ് ശരിക്കും കുട്ടികൾക്ക് സാധാരണ നോർമലായിട്ട് ജനിക്കുന്ന കുട്ടികൾക്കും വേണ്ടിയിട്ട് 2 ദിവസത്തേക്കുള്ള കെയറിംഗ് ഒക്കെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഇന്ന് ഒരുപാട് എന്താ പറയാ അപാകതകള്, ഒത്തിരി അസുഖങ്ങൾ അല്ലെ, ഒത്തിരി അസുഖങ്ങളൊക്കെ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ തന്നെ
അമ്മമാരുടെ ആ ഒരു വർക്ക് എന്താ പറയാ അവരുടെ സിറ്റുവേഷൻ, അവരുടെ ലൈഫ് സ്റ്റൈൽ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തൊക്കെയാണ് കുറെ കാര്യങ്ങളൊക്കെ വരിക. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് അതിൻ്റെതായ ആഫ്റ്റർ എഫക്ട് കുട്ടികളിലായിരിക്കും ചിലപ്പോൾ പ്രകടമാകുക ജനിക്കുമ്പോൾ. അപ്പൊ അങ്ങനെ പ്രിമച്യൂർ ആയിട്ട് ജനിക്കുക, ഈ ഹെൽത്തോടു കൂടി ജനിക്കുക, അവർക്ക് കൂടുതൽ കെയർ കുറച്ച് സ്പെഷ്യലൈസ്ഡ് കെയർ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. സോ അതിന് വേണ്ടിയിട്ടുള്ള സബ് സ്പെഷ്യാലിറ്റിയാണ് നിയോനേറ്റോളജി. ആൻഡ് ഇവർക്ക് വേണ്ടിയിട്ട് മാത്രം ഹോസ്പിറ്റൽസിൽ ഒരു ICU ഉണ്ട്, നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് NICU. കുട്ടികൾക്ക് ഇങ്ങനെ ജനിക്കുന്ന കുട്ടികൾക്ക്, ഇങ്ങനെ അസുഖബാധിതരായിട്ട് തന്നെ ജന്മന തന്നെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് അവരെ കൂടുതൽ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ICU ഉണ്ട് ഹോസ്പിറ്റൽസിൽ, നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണ് അതിന്റെ പേര്. ആൻഡ് ഹിയർ ഇവിടെ ബേബീസിന് വേണ്ടി പ്രൊവൈഡഡ് പ്രിമച്യൂർ ബേബീസിന്, ലോ ബർത്ത് വെയിറ്റിലുള്ള കുട്ടികൾക്ക് ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് വെച്ചാൽ എന്താ വളർച്ചക്കുറവ്, ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ വളർച്ചക്കുറവ്, അത്രേ ഉള്ളൂ കേട്ടാ. ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർച്ചക്കുറവാണ്. അതായത് ജനിച്ച് ഓരോ ഇത്ര മാസങ്ങൾ പിന്നിടുമ്പോൾ ആ കുട്ടികൾക്ക് അതിൻ്റെതായ ആ മാസങ്ങൾക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആ കുട്ടികൾക്ക് ഉണ്ടായിരിക്കും അല്ലെ. എല്ലാ തരത്തിലും മെന്റലി ഫിസിക്കലി എല്ലാ രീതിയിലും കുട്ടികളുടെ വളർച്ച ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് പ്രോഗ്രസ് എത്രത്തോളം ആ കുട്ടികൾ വളരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി ഇപ്പൊ അതിനകത്ത് എന്തെങ്കിലും അപാകതകളൊക്കെ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് കൂടി സ്പെഷ്യൽ കെയർ കൊടുക്കുക എന്നുള്ളതാണ് നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത. ഓൾസോ ബർത്ത് ഡിഫക്റ്റുകൾ, അതായത് ബർത്ത് കൊണ്ട് തന്നെ ബൈ ബർത്ത് എന്തെങ്കിലും ഡിഫക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് പീഡിയാട്രിക് സർജറീസ് ആർ ഓൾസോ കണ്ടക്റ്റഡ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പീഡിയാട്രിക് സംബന്ധമായിട്ടുള്ള സർജറീസ് ഉണ്ടെങ്കിൽ അതും ഇവിടെയാണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അപ് ടു ദ ഏജ് ഓഫ് 15 years, 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുവരെയുള്ള സർജറി വരെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പീഡിയാട്രിക്സ് ആൻഡ് നിയോനേറ്റോളജി. അതായത് പീഡിയാട്രിക്സ് അല്ലെങ്കിൽ നിയോനേറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ് നമ്മളിപ്പോ മനസ്സിലാക്കിയത്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോന്നൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് പറയുക. ഡൗട്ട് ഉണ്ടോന്നുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഒന്ന് വേഗം വായിച്ചു നോക്കുക കേട്ടാ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ അടുത്തേക്ക് പോകും. ജനിക്കുമ്പോ എന്താ പറയാ വെയിറ്റ് കുറഞ്ഞ കുട്ടികളില്ലേ, ചില കുട്ടികളൊക്കെ ജനിക്കുന്ന സമയമൊക്കെ എത്തി തന്നെ ജനിച്ചു, പക്ഷെ എന്താ പറയാ ഇത്ര ഒരു ആവറേജ് വെയിറ്റ് ഇതിനേക്കാൾ വളരെ കുറവ്. ചില കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ 1.5 kg 1 kg. പക്ഷെ മറ്റു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അവർക്ക് ട്രീറ്റ്മെന്റിലൂടെ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ കെയർ ഒക്കെ കൊടുത്തിട്ട് അവരെ സാധാരണ ഒരു വെയിറ്റിലേക്ക്, നോർമൽ വെയിറ്റിലേക്കൊക്കെ കൊണ്ടുവരാനൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. പ്രീമെച്യൂർ എന്ന് പറയുന്നത് എന്താ? മെച്യൂർഡ് ആവുന്നതിന് മുമ്പ് ജനിച്ചു പോവുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 9 months + 9 days + അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അല്ലെ. 9 അതിന്റെ കണക്ക് 9 മാസം 9 ദിവസം 9 എന്താ പറയാ നാഴിക വിനാഴിക എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അത് ഡോക്ടേഴ്സ്ക്ക് അറിയാം. അപ്പൊ 9 months നമ്മൾ പറയുന്നത് 9 മാസക്കാലം 10 മാസക്കാലം ചുമന്ന് പറയില്ലേ. 10ലേക്ക് കടക്കുന്നില്ല, 9 മാസം വരെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പ്ലസ് അഡീഷണൽ ഡേയ്സ് ആണ് കൂടുതൽ അവിടെ വരുന്നുള്ളൂ. അപ്പൊ മാസം അങ്ങനെ കറക്റ്റ് ആകാതെ ജനിക്കുക. അപ്പൊ ചിലപ്പോ 6ാം മാസത്തിൽ പ്രസവിക്കും, അപ്പൊ 7ാം മാസത്തിൽ പ്രസവിക്കും. അപ്പൊ അത്രയും കൂടി മാസം ആ കുട്ടി അമ്മയുടെ വയറ്റില് കിടന്ന് അവിടുത്തെ കാര്യങ്ങൾ കിട്ടേണ്ട ആളാണ്. എന്ത് ചെയ്യുന്നത്? എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ അമ്മയ്ക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നമാകാം, മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ പ്രസവിച്ചു പോകും. അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കും അത്തരം കൊച്ചുകൾക്ക്, ഇല്ലേ? വേണ്ടി വരൂലേ? അതാണ് അതിനൊക്കെ വേണ്ടിയിട്ട് NICU അതിന്റെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻട്രാട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ മീൻസ് എന്താണ്? ലോ ഗ്രോത്ത് റേറ്റ് ആണ്, അതായത് വളർച്ചക്കുറവ്. അതാണ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള വളർച്ചക്കുറവ്. മറ്റേതെന്താ? ജനിക്കുമ്പോഴേ എന്തില്ല, വെയിറ്റ് ഇല്ലാതെ ജനിക്കുന്നു, അത് ലോ ബർത്ത് വെയിറ്റ്. ഓക്കെ. മറ്റേതെന്ന് പറഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് വളരെ കുറവ്, വളർച്ച ആ ഒരു താരതമ്യം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത്ര മാസത്തെ കുട്ടികൾ ഇത്ര മാസം, ഇതിപ്പോ 3 മാസം 6 മാസം ഓരോ സ്റ്റേജസ് ഓഫ് ഇൻക്രീസ് അനുസരിച്ചിട്ട് കുട്ടികളുടെ ഓരോ എന്താ പറയാ കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടായിരിക്കും. കമിഴ്ന്ന് വീഴുക അല്ലെ, കമിഴ്ന്ന് വീഴുക, നീന്തുക,
അല്ലെ, മുട്ടില് നിൽക്കുക, പിന്നെ ചിരിക്കുക, പിടിച്ചു നിൽക്കുക, സ്റ്റേജ് കഴിഞ്ഞല്ലേ പോണത് കുട്ടികള്. അപ്പൊ അത് കുറച്ച് കഴിയുമ്പോ അത് ആ രീതിയിൽ അങ്ങോട്ടങ്ങോട്ടൊക്കെ മാറി അത് വരുന്നുണ്ടോ എന്ന് അറിയണം. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, യെസ്. അപ്പൊ പീഡിയാട്രിക് സർജറി അപ് ടു ദ ഏജ് ഓഫ് 15 years വരെ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് സൈക്യാട്രി. അടുത്തതാണ് സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. എന്താണത്? ഇറ്റ്സ് ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ വിച്ച് ഡീൽസ് വിത്ത് ദ ട്രീറ്റ്മെന്റ്, ഡയഗ്നോസിസ് ആൻഡ് ഓൾസോ പ്രിവെൻഷൻ ഓഫ് ഹ്യൂമൻ ഇമോഷണൽ, ബിഹേവിയറൽ ആൻഡ് ഓൾസോ കോഗ്നിറ്റീവ് ഡിസ്റ്റർബൻസസ്. അതായത് മനുഷ്യന്മാർക്ക് ഉണ്ടാകാവുന്ന ചില ഇമോഷണൽ, അതുപോലെ തന്നെ ബിഹേവിയറൽ, നമുക്ക് ഓരോ പെരുമാറ്റ രീതികളുണ്ട്, നമുക്ക് ഓരോ രീതിയിലുള്ള ഇമോഷൻസ് ഉണ്ട്, അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ബുദ്ധിപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ നോർമലി ഒരു രീതിയിലാണ് പ്രവർത്തിക്കുക. അതിലെന്തെങ്കിലും ഇംബാലൻസിങ് വന്നാൽ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് വന്നാൽ എന്ന് വെച്ചാൽ അതിന്റെ തകർച്ച അല്ലെങ്കിൽ അത് തകരാറിലായി പോവുക. ഇമോഷണൽ ചില കാര്യങ്ങൾ നമ്മൾ ഇമോഷണലി ചില ഹാപ്പിനെസ് മൂഡില് നമ്മൾ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ആളുകളെല്ലാവരും കൂടി നമ്മൾ എന്തെങ്കിലും സന്തോഷം പങ്കെടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ഇമോഷൻസ്, അവിടെ നമ്മൾ എങ്ങനെയാണത് എന്താ പറയാ പ്രകടമാക്കുന്നത്, അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലും കാണിക്കുക, അല്ലെ? നമ്മൾ ഇപ്പൊ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ചിരിക്കും, അത് എക്സ്ട്രാ ഓർഡിനറി ആ ചിരിയിൽ നിന്ന് മാറി വേറെ രീതിയിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെ? അങ്ങനെ നമുക്ക് ഒരു ഇംബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇതെല്ലാം നമുക്കുള്ളത്. ഇൻവോൾവ് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഫീലിങ്സ് ഉണ്ട്. ഇമോഷൻസ് പ്രകടമാക്കും, നമ്മുടെ ഹാപ്പി മൊമെന്റ്സ് നമ്മൾ പ്രകടമാക്കും, നമ്മളുടെ പെരുമാറ്റം ഒരു പർട്ടിക്കുലർ ഓരോ രീതിയിലാണ് എല്ലാവരും, അത് ശരിയായ രീതിയിൽ, അത് ഒരു നോർമൽ രീതിയിൽ എല്ലാവരും അത് പ്രകടമാക്കുകയാണെങ്കിൽ എന്താ പറയാ എന്തും ഒരു കാര്യമില്ല, കുഴപ്പമൊന്നുമില്ല. അതേസമയം പ്രോബ്ലംസ് ഒന്നും അവിടെ ഫേസ് ചെയ്തില്ല. അതേസമയം നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ, ഇപ്പൊ കരയേണ്ട സമയത്താണെങ്കിലോ ചിരിക്കേണ്ട സമയത്ത് നമ്മൾ അത് അമിതമായിട്ട് പ്രകടിപ്പിക്കേണ്ടി വരുമ്പോ അല്ലെങ്കിൽ പ്രകടിപ്പിക്കുമ്പോ അതെന്താകും, അത് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബൻസുകളാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളാണോ അത് നിവാരണം ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ, ഓൾസോ അത് പ്രിവെന്റ് ചെയ്യുക, വരാതിരിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കുന്നതിനും അത് പ്രിവെന്റ് ചെയ്യാനുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് സൈക്യാട്രി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ഓൾസോ ഇവിടെ പേഷ്യൻസിന് അവരുടെ രോഗം എന്താണെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ നമ്മളുടെ നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയാ ഈ ഒരു ആള് വന്ന് മുമ്പിൽ ഇരിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ മുഖത്ത് നോക്കി വായിച്ചെടുക്കാൻ പറ്റില്ല. സോ അവരിൽ നിന്ന് പല കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് അവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. പേഷ്യന്റിനെ നല്ല രീതിയിൽ മനസ്സിലാക്കി അവരിൽ നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് എടുത്തതിന് ശേഷം മാത്രമേ അവർക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ഓൾസോ ട്രീറ്റ് ദ പേഷ്യൻസ് ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ഡീൽ വിത്ത് എ വൈഡ് റേഞ്ച് ഓഫ് മെന്റൽ ഇൽനെസ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് മെന്റൽ ഇൽനെസ്, മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പഠിച്ചു വേണം അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ. അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് സൈക്യാട്രി എന്ന് പറയുന്നത്. ആൻഡ് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ട്രീറ്റ്മെന്റ് മാത്രമാണ് കൊടുക്കുക. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് സർവീസസ് ലൈക്ക് കുറച്ച് സേവനങ്ങൾ മറ്റ് രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സൈക്യാട്രിക് ഡിപ്പാർട്ട്മെന്റ്. വാട്ട് ആർ ദേ? എന്താണത്? പ്രൊവൈഡിങ് സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്. ഒരു സൈക്കോ സോഷ്യൽ കൗൺസിലിംഗുമായിട്ട് മാനസികമായിട്ട് ഇവരിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു കൗൺസിലിംഗ് നടത്തുക. പിന്നെന്താണ്? ഇൻവെസ്റ്റിഗേറ്റിംഗ്, ഡയഗ്നോസിസിംഗ് ആൻഡ് ഓൾസോ ട്രീറ്റിംഗ് സൈക്യാട്രിക് ഇൽനെസ്. ഇവർക്ക് മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഓൾസോ ഹാവ് ടു കണ്ടക്ട് IQ ടെസ്റ്റ്. IQ ടെസ്റ്റുകൾ നടത്തുക. IQ ടെസ്റ്റ് ഇന്റലിജൻസ് കോഷ്യന്റ് ടെസ്റ്റുകൾ നടത്തുക. പിന്നെ മാത്രമല്ല ഇന്റലിജൻസ് കോഷ്യന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓരോ ആളുകൾക്കും എന്താ പറയാ അവരുടെ ഒരു സാമാന്യ രീതിയിൽ ഇപ്പൊ എന്തെങ്കിലും ഇത്തരം അബ്നോർമാലിറ്റീസ് ഇവരുടെ ബിഹേവിയറിലോ ഇമോഷൻസിലോ ഒക്കെ കാണുമ്പോൾ അവരുടെ ആ ഒരു ഇന്റലിജൻസ് ലെവല് മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടിട്ടാണോ ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടിയുള്ള IQ ടെസ്റ്റുകളൊക്കെ നടത്തുന്നു. അത് കണ്ടക്ട് ചെയ്യുന്നുണ്ട് സൈക്യാട്രിയിൽ. അതോടൊപ്പം തന്നെ they also provide de-addiction services. പിന്നെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? de-addiction services. എന്താ de-addiction? ചില ഇങ്ങനെയുള്ള സൈക്യാട്രിക് ഇൽനെസ് വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ അമിതമായിട്ട് എന്തിലേക്കെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടാണ്. അമിതമായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ ആശ്രയിക്കുക, ചിലർക്ക് ഒരുപാട് എന്തെങ്കിലും എന്താ പറയാ മദ്യം, മയക്കുമരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അഡിക്റ്റഡ് ആകുക. ഓക്കെ, അത് അഡിക്റ്റഡായത് കിട്ടാതെ ആകുമ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കിട്ടാതെ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം വിഭ്രാന്തി അതിൽ നിന്നുണ്ടാകുന്നതാകാം.
അത് ചില പുസ്തകങ്ങളോടാകാം, ചില രീതിയിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ പെട്ടിരിക്കുന്ന ആൾക്കാർ, അങ്ങനെ അഡിക്റ്റഡ് ആയി പോയിട്ടുള്ള ആളുകൾക്ക് ഡീ അഡിക്റ്റഡ് ആക്കാൻ വേണ്ടി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സർവീസസ് ഓൾസോ വിൽ ബി പ്രൊവൈഡഡ്. അപ്പൊ ഈ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതോടൊപ്പം ഇത്തരം കാര്യങ്ങൾ കൂടി അവര് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇവരെ ആ അഡിക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ നിന്ന് മാറ്റി കൊണ്ടുവരാൻ, അവരെ പിന്തിരിപ്പിക്കാൻ, അതിൽ നിന്ന് ആ ഇൻവോൾവ്മെന്റ് അവരിൽ നിന്ന് ഇല്ലാതാക്കാൻ മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്ക് അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതോടൊപ്പം എവിടെയെങ്കിലും കുറച്ച് മാറ്റി നിർത്തി വേറെ ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് എന്തെങ്കിലും ചിലപ്പോ ഫിസിക്കലി എന്തെങ്കിലും ചെയ്യുന്ന വർക്കുകൾ പോലെയൊക്കെ കൊടുക്കുക, അങ്ങനെ അതിലേക്കൊക്കെ കോൺസെൻട്രേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന രീതികളൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള സർവീസസ് ഓൾസോ ഈ ഒരു സൈക്യാട്രിക് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഹ്യൂമൻ ബീങ്സിന്റെ അതായത് കോഗ്നിറ്റീവ് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ടുള്ള ഡിസ്റ്റർബൻസ് എന്നുവെച്ചാൽ നമുക്ക് ബുദ്ധിപരമായിട്ടെന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് വല്ല കണക്കൊക്കെ സോൾവ് ചെയ്യുക എന്നുള്ള മാത്സിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ് ഇപ്പൊ നമുക്ക് സാമാന്യമായിട്ട് ഒരു ബോധം ഉപയോഗിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെ. ആ ഒരു കാര്യത്തിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ദാറ്റ് മീൻസ് നമ്മളുടെ ആ ഒരു പവർ വരെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ മെന്റലി ഇല്ലാണ് എന്നുള്ളതാണ് അവിടെ വ്യക്തമാകുന്നത്. അത്തരം മെന്റൽ ഇൽനെസ് നമ്മുടെ സാമാന്യ ബുദ്ധി ചിന്തിക്കാനുള്ള ഒരു അവസരം നമുക്ക് തരുന്നില്ല. കുട്ടികളോട് നമ്മൾ പറയാറില്ലേ, നമ്മൾ അമിതമായിട്ട് മൊബൈൽ ഫോണുകൾ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് കുറെ നേരം ഉപയോഗിച്ച് നമ്മൾ അതിൽ അഡിക്റ്റഡ് ആണ് അല്ലെ. കുട്ടികൾ മാത്രമൊന്നുമല്ല, വലിയവരും ഇന്ന് ഒരുപാട് പേര് അതിൽ അഡിക്റ്റഡ് ആണ്. നമുക്ക് ആ ഒരു ടൈമിങ്ങിൽ അത് ഉപയോഗിക്കണം. അല്ലെങ്കിൽ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അത് കൃത്യമായിട്ട് ആ സമയത്തിന് അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ അത്രയും സമയങ്ങളിൽ നമ്മളൊന്ന് കാണാനോ അല്ലെങ്കിൽ എന്താ പറയാ ചെയ്യാനോ വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്ന് ചിന്തിക്കും അല്ലെ. അത് ചില ആളുകൾക്ക് അതൊരു അഡിക്ഷൻ പോലെ ആയി പോകും. കുട്ടികൾ ഇതുപോലെ തന്നെ ഗെയിമുകളൊക്കെ കളിക്കും അല്ലെ. അപ്പൊ നമ്മൾ വേഗം തന്നെ അവരെന്ത് ചെയ്യും, അതൊന്ന് പിന്തിരിപ്പിക്കും. അപ്പൊ നമ്മൾ അവർക്ക് അവസരം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ടൈം അവർ കണ്ടെത്തും അതിന് വേണ്ടിയിട്ട്. ആ ഒരു പർട്ടിക്കുലർ സമയം 1 മണിക്കൂർ ആവാം, ചിലപ്പോൾ 2 മണിക്കൂർ ഇരുന്നിരിപ്പിലൊക്കെ കുട്ടികൾ ഈ ഗെയിമുകളൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോ അതൊക്കെ അവരുടെ ബുദ്ധിക്കാണ് എന്ത് ചെയ്യുന്നത്, ഓട്ടം വരുത്തുന്നത് അല്ലെ. അതിലേക്ക് അവർ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആണ്. ആ മൂവ്മെന്റുകൾ, ആ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ കളിയാണല്ലോ അല്ലെ, അതിനെ വിൻ ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ അതിന്റെ പിന്നാലേക്ക് ഓടി അതിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് കണ്ണിനും അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിയുടെ വികാസത്തിനും അത് എന്ത് ചെയ്യുന്നു, ഡിസ്റ്റർബൻസ് വരുത്തുന്നു അല്ലെങ്കിൽ അത് തടസ്സം ചെയ്യുന്നു. അപ്പൊ നമുക്ക് മറ്റൊന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ നമ്മുടെ സാമാന്യ ബുദ്ധി പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇന്ന് കുട്ടികളിൽ കാണുന്ന അധികം പ്രശ്നം അതൊക്കെ തന്നെയാണ്. ഇപ്പൊ പഠിപ്പിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ഇപ്പൊ ഇരിക്കുന്നു കുട്ടികൾ, ഇപ്പൊ 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അവിടെ എത്രത്തോളം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് എത്തുന്നത് നമുക്കറിയില്ല. കാരണം അവരുടെ ചിന്ത മുഴുവനും പല കാര്യങ്ങളിലാണ്. പല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ ഇവര് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിലായിരിക്കും. ചിലപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടുള്ള കളികൾ കാണുന്നതോ കളിക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വീഡിയോസ് കാണുന്നതോ ഒക്കെ ആയിരിക്കാം അല്ലെ. അതിലാണ് അവരുടെ കോൺസെൻട്രേഷൻ. അപ്പൊ ഇവിടെ കോൺസെൻട്രേഷൻ കുറയും. അതാണ് കുട്ടികളുടെ അധികം നേരത്തെ രാവിലെ തന്നെ ചില കുട്ടികളൊക്കെ തന്നെ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മളുടെ ബുദ്ധിവികാസത്തിനെ തടസ്സം ചെയ്യുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഈ സൈക്യാട്രിക് പ്രോബ്ലത്തിലേക്ക് പോകാൻ സാധ്യതകളുള്ളതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നമ്മൾ കൂടുതലും ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത് അല്ലെ. എല്ലാത്തിനും അതിൻ്റെതായ ടൈമിങ് അതനുസരിച്ച് എല്ലാത്തിനും നമ്മൾ ഉള്ള ടൈമിനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ അഡിക്റ്റഡ് ആയി പോകുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്തരം ഡി അഡിക്ഷൻ സർവീസസും നമ്മുടെ ഹോസ്പിറ്റൽസില് സൈക്യാട്രിക് വിഭാഗം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലാതെ നമുക്ക് സൈക്യാട്രിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇമോഷണൽ ഫീലിങ്ങുകളിൽ ഡിസ്റ്റർബൻസുകൾ ഉണ്ടായി കഴിഞ്ഞാൽ വരുന്നു, ഡോക്ടർ കാണുന്നു, ഡോക്ടർ മരുന്ന് കുടിക്കുന്നു, പ്രിസ്ക്രൈബ് ചെയ്യുന്നു, അപ്പോൾ മരുന്ന് 3 4 കഴിച്ചോ എന്ന് പറഞ്ഞ് മാത്രം വിടുകയല്ല ചെയ്യുന്നത്. അത് മാത്രം കൊടുത്താൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് ഗുണമില്ല. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ശരിക്കായിട്ടുള്ള ഇതിന്റെ എല്ലാ ഫെസിലിറ്റീസും ഉപയോഗപ്പെടുത്തുന്നത് ഏത് രീതിയിലാണ്, അവർ കൊടുക്കുന്ന മെഡിസിൻസിന്റെ പ്ലസ് അതിന്റെ പ്ലസ് ആയിട്ട് അവർക്ക് എന്തൊക്കെ കൊടുക്കണം, സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്. വിച്ച് ആൻഡ് എവറി ഓരോ സ്റ്റേജസ് കഴിയുമ്പോൾ അവരുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ അത് മനസ്സിലാക്കണം. അത് കൗൺസിലിംഗിലൂടെ പറ്റും. പിന്നെ അവർക്ക് ഇല്ലസിനുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ IQ ടെസ്റ്റ് ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് മെഷർ ചെയ്ത് കഴിയാൻ അവരുടെ ആ ഒരു ടെസ്റ്റ് നോക്കി കഴിയുമ്പോൾ അവരുടെ IQ ലെവൽ എത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ടെന്ന് നോക്കി അവരുടെ ഇല്ലസ് എത്രത്തോളം കുറഞ്ഞിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ഡി അഡിക്ഷൻ ആയിട്ടുള്ള ചില സർവീസസും അവരെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇതാണ് സൈക്യാട്രി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? എനി ഡൗട്ട്സ്? എന്തെങ്കിലും പറ, അടുത്ത ഡിപ്പാർട്ട്മെന്റ് പറയട്ടെ.
ഇല്ലല്ലോ, ആരും ഉറങ്ങിപ്പോയാ? അപ്പൊ നമുക്ക് ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. പൾമനോളജി. പൾമനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അടുത്തത്, which deals with അല്ലെങ്കിൽ which provides special treatment for the diseases of lungs and our respiratory system. നമ്മുടെ ശ്വാസോച്ഛ്വാസ സമ്പ്രദായം അല്ലെങ്കിൽ നമ്മുടെ ലങ്സ്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ മെഡിക്കൽ സ്പെഷ്യാലിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് പൾമനോളജി. എന്തൊക്കെയാണ്? ലങ് ഡിസീസസ്, അതുപോലെ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ സംബന്ധിക്കുന്ന ഡിസീസസ്. ഓക്കെ, ആൻഡ് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഓൾസോ നോൺ ആസ് റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ ആൻഡ് ഓൾസോ ചെസ്റ്റ് മെഡിസിൻ. ഇതിന്റെ മറ്റു പേരുകളാണ് കേട്ടോ, ഓർത്തിരിക്കണം. ആ മറ്റു പേരുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൾമനോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അതർ നെയിംസ് ആണ് റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ, ചെസ്റ്റ് മെഡിസിൻ. മറക്കരുത്, അണ്ടർലൈൻ ചെയ്ത് വയ്ക്കണം, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഇവിടെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? സാധാരണ ലങ്സിന് അല്ലെങ്കിൽ റെസ്പിറേറ്ററി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട് അലർജി പ്രോബ്ലംസ് അല്ലെ, ബ്രോങ്കൈറ്റിസ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ന് നമ്മളുടെ കുട്ടികൾ കൂടുതൽ ഫേസ് ചെയ്യുന്നതാണ്. ചില പിള്ളേരൊക്കെ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ കുറേ നേരം ഇങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കുക അല്ലെ. ചിലതുങ്ങൾക്ക് വൈകുന്നേരമാണ്, ഇന്ന സമയം കഴിയുമ്പോൾ അത് ആ സാധനത്തെ റിപ്പീറ്റ് ചെയ്യാം. ഓരോ പ്രത്യേക രീതിയിലാണ് തുമ്മലൊക്കെ വരിക അല്ലെ. അതൊരു തരം അലർജിയാണ്. ഓക്കെ, അപ്പൊ അത്തരം അലർജി പ്രോബ്ലംസ്, ബ്രോങ്കൈറ്റിസ്. ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിലയ്ക്കാതെയുള്ള ഇങ്ങനെയുള്ള ചുമ, അതായത് ഇപ്പൊ ഈ ഡ്രൈ ആയിട്ടുള്ള ഒരു തരം കഫാണ് കേട്ടെ. പിന്നെ ലങ്സ് ക്യാൻസർ, ഇതുപോലെ തന്നെ ലങ്സിനെ ബാധിക്കുന്ന രീതിയിലുള്ള ക്യാൻസേഴ്സ്, ഇതെല്ലാം നമ്മുടെ പൾമനോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് ഡീൽ ചെയ്യുന്നത്. പൾമനോളജിസ്റ്റ്, ദാറ്റ് മീൻസ് ദോസ് ഹു ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ പൾമനോളജി. പൾമനോളജി ഡിപ്പാർട്ട്മെന്റിലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെയാണ് നമ്മൾ പൾമനോളജിസ്റ്റുകൾ എന്ന് വിളിക്കാം. ദേ ആർ സ്പെഷ്യലി ട്രെയിൻഡ് ഡോക്ടേഴ്സ് ആണ്. അവര് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് ഈ ഒരു വിഭാഗം കൈകാര്യം ചെയ്യാൻ. ഇതിനകത്ത് വരുന്ന മറ്റ് രീതിയിലുള്ള ചികിത്സകൾ വരുന്നത് ന്യൂമോണിയ ഓൾസോ അഫക്റ്റിംഗ് അവർ ചെസ്റ്റ് അല്ലെ. കഫക്കെട്ടൊക്കെ കൂടുതൽ വരുമ്പോൾ ഉണ്ടാകുന്നതാണ് ന്യൂമോണിയ, ആസ്തമ, അതുപോലെ തന്നെ ട്യൂബർകുലോസിസ് മീൻസ് TB അല്ലെ. പണ്ട് അതൊരു കോമൺ അസുഖമൊക്കെ ആയിരുന്നു ഈ എന്താ പറയാ ട്യൂബർകുലോസിസ് ഒക്കെ. ഇന്ന് അത്ര വലിയ കാര്യമായിട്ടൊന്നും കേൾക്കാനൊന്നുമില്ല. കാരണം ജനിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴൊക്കെ ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻസ് ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട് അല്ലെ. കുത്തിവയ്പ്പുകളൊക്കെ നടക്കുന്നുണ്ടല്ലോ. TB അതുപോലെ തന്നെ മറ്റ് കുറെ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഇഞ്ചക്ഷൻസ് നമുക്ക് ചെറുതിലെ തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ ഇന്ന് ആളുകളിൽ ഈ TB ഒക്കെ പോലെയുള്ള രോഗങ്ങളില്ല. പണ്ടൊക്കെ അതൊരു ഭയങ്കര അസുഖം തന്നെയാണ്, എപ്പോഴും ചുമക്കുക എന്നുള്ളതൊക്കെ അല്ലെ. ഇന്നതൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ട്യൂബർകുലോസിസ് ആൻഡ് ഓൾസോ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചെസ്റ്റ് ഇൻഫെക്ഷൻസ്, അതും നമ്മുടെ പൾമനോളജി ഡിപ്പാർട്ട്മെന്റിലാണ് ഡീൽ ചെയ്യുന്നത്. ആ രോഗങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. പൾമനോളജി ഡിപ്പാർട്ട്മെന്റ് ഡീൽ ചെയ്യുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? അലർജി പ്രോബ്ലംസ്, ബ്രോങ്കൈറ്റിസ്, ലങ്സ് ക്യാൻസർ, പിന്നെ ന്യൂമോണിയ, ചെസ്റ്റ് ഇൻഫെക്ഷൻസ്, ആസ്തമ, ട്യൂബർകുലോസിസ്, ഇതെല്ലാം തന്നെ പൾമനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് ഡീൽ ചെയ്യുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നൊന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിക്കോ. ആ സെന്റൻസ് 2 സെന്റൻസ് അല്ലേ ഉള്ളൂ, 2-3 സെന്റൻസ് ഉള്ളൂ. സെന്റൻസ് ഇപ്പൊ തന്നെ വായിച്ചാൽ ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പഠിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ അത്രയും പഠിക്കാൻ എളുപ്പമായിരിക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്തിനാണ്, ഇന്ന ഡിപ്പാർട്ട്മെന്റ് അത് എന്തിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട്. Okay, so let's move to the next department, plastic surgery. അടുത്തത് നമ്മുടെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് പ്ലാസ്റ്റിക് സർജറി. എന്താ പ്ലാസ്റ്റിക് സർജറി? നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. ഇതെന്ന് പറയുന്നത് ഒരു സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്, സർജിക്കൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്, which focuses on the surgical repairment of the forms of our body or the organs of human body. മനുഷ്യന്മാരുടെ ശരീരത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഫങ്ഷനിങ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അവയവങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സർജിക്കൽ റിപ്പയർമെന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ, അതായത് റിപ്പയർ ചെയ്യണം. നമുക്കറിയാലോ ചില മെഷീൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ റിപ്പയർ ചെയ്യും അല്ലെ. ഹ്യൂമൻ ബോഡിയിലും ചിലപ്പോഴൊക്കെ ചില റിപ്പയർമെന്റുകൾ ആവശ്യം വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സർജിക്കൽ റിപ്പയർമെന്റ് നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ഹ്യൂമൻ ബോഡിയിലും ഇന്ന് കുറച്ച് വൈഡായിട്ടൊക്കെ നടക്കുന്നുണ്ട് പ്ലാസ്റ്റിക് സർജറി. പ്രധാനമായിട്ടും പ്ലാസ്റ്റിക് സർജറി 2 സബ് സ്പെഷ്യാലിറ്റീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 2 രീതിയിൽ പ്ലാസ്റ്റിക് സർജറി നടക്കുന്നത്. അത് ഏതൊക്കെയാണ്? ഒന്ന് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിയും രണ്ടാമത്തേത് കോസ്മെറ്റിക് സർജറിയുമാണ്.
ഏതൊക്കെയാണ്? റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി ആൻഡ് കോസ്മെറ്റിക് സർജറി. രണ്ടാണ് തമ്മിലുള്ള വ്യത്യാസം. റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി വളരെ സിമ്പിൾ ആയിട്ടുള്ള കോഴ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചറൽ ചേഞ്ചസ് നമുക്കറിയാം. ഒരു സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കുട്ടിയായിട്ട് ജനിക്കുമ്പോൾ അവരുടെ ബോഡിയുടെ സ്ട്രക്ചർ ഒരു ഏകദേശം നമുക്കറിയാം ഇങ്ങനെയൊക്കെയാണ് അല്ലെ. അതുപോലെ തന്നെ ബോഡിയുടെ ഫങ്ഷൻസ് ഒക്കെ ഒരു പ്രത്യേക ഒരു നോർമൽ സ്റ്റേജിലാണെങ്കിൽ ഒരു രീതിയിൽ. അതല്ലാതെ അത്തരം ഫങ്ഷൻസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രക്ചറിലുള്ള അബ്നോർമാലിറ്റീസ് ഇതൊക്കെ കറക്റ്റ് ചെയ്യുക. ഇതെല്ലാം കറക്റ്റ് ശരിയാക്കുക എന്നുള്ളതാണ്. അതായത് തെറ്റിക്കിടക്കുന്നതിനെ ശരിയാക്കുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ജനിക്കുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ചുണ്ടിന്റെ അവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ മുഴുത്തൊക്കെ ഉള്ള ചില ആളുകൾ ജനിച്ചപ്പോ, അല്ലെങ്കിൽ എന്താ പറയാ കഴുത്തൊക്കെ ചിലപ്പോ എവിടെയെങ്കിലും ഒരു സ്ഥലത്തിലേക്ക് തിരിയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെവിയുടെയോ മൂക്കിന്റെയോ ഒക്കെ സ്ട്രക്ചറിന് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള രൂപമാറ്റങ്ങൾ എന്തെങ്കിലും ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകുക. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് അതൊക്കെ കറക്റ്റ് ചെയ്യാൻ, അതൊക്കെ ശരിയാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർജിക്കൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ഇറ്റ് കറക്ട്സ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഡിഫക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയുടെ സ്ട്രക്ചറിന് അതുപോലെ തന്നെ ഫങ്ഷണൽ ആയിട്ടുള്ള ഡിഫക്റ്റുകളെ കറക്റ്റ് ചെയ്യുന്ന പ്ലാസ്റ്റിക് സർജറിയാണ് നമ്മൾ റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ഇത് മനസ്സിലാവണമെങ്കിൽ കുറച്ചുകൂടി നന്നായി ക്ലിയർ ആയി മനസ്സിലാവണമെങ്കിൽ തൊട്ടടുത്ത സർജറി നോക്കിയേ, കോസ്മെറ്റിക് സർജറി പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഈ കോസ്മെറ്റിക് സർജറി എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ എൻഹാൻസിങ് അവർ അപ്പിയറൻസ് or the enhancing the appearance of human body. മനുഷ്യ ശരീരത്തിന്റെ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മുടെ പ്രകടമായ ഭാവം അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസ് അതിനെ ഇംപ്രൂവ് ചെയ്യുക, കുറച്ചുകൂടി സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത്. യൂഷ്വലി വലിയ വലിയ എന്താ പറയാ ഫിലിം സ്റ്റാറുകള് അല്ലെ, അവർക്കൊക്കെ ഇത് അത്യാവശ്യം വരും. കാരണം അവരുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് അഭിനയമാണ്. അപ്പൊ അവരുടെ ബോഡി സ്ട്രക്ചറിനും അവരുടെ ബ്യൂട്ടിക്കും അല്ലെ സൗന്ദര്യത്തിന് ഒക്കെ വളരെയധികം പ്രാധാന്യമുള്ള മേഖലയാണ് അല്ലെ. അവരുടെ പ്രൊഫഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പൊ നമുക്കറിയാം സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏജ് ചെയ്യുമ്പോൾ ഒരു വിവാഹം ചെയ്യും. അഭിനയത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ വിവാഹം ചെയ്യേണ്ടി വരും. അതിനുശേഷം കുട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ബോഡി സ്ട്രക്ചറിലൊക്കെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരും. സോ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ പ്രീവിയസ് സ്ട്രക്ചർ, അവരുടെ ബോഡിയുടെ മെയിൻ്റെനൻസ് അതങ്ങനെ തന്നെ പണ്ടുള്ള പോലെ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ചില എന്താ പറയാ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ചില അപ്പിയറൻസിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി, എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കോസ്മെറ്റിക്. അപ്പൊ നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സർജറി കോസ്മെറ്റിക് സർജറി. അതേസമയം മറ്റേതിൽ അങ്ങനെയല്ല, വർദ്ധിപ്പിക്കുകയല്ല, സൗന്ദര്യമല്ല വർദ്ധിപ്പിക്കുന്നത്, അത് കറക്റ്റ് ചെയ്യലാണ്. അപ്പൊ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെന്ന് മനസ്സിലായോ? ഒരു ഡിഫക്റ്റ് എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളുള്ള നമ്മുടെ ഓർഗൻസിനെ, ഹ്യൂമൻ ഫങ്ഷണൽ ഓർഗൻസിന് അല്ലെങ്കിൽ ഇതൊക്കെ വരുന്നതിനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. അതാണ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. മനസ്സിലായോ രണ്ട് തമ്മിലുള്ള വ്യത്യാസം? പ്ലാസ്റ്റിക് സർജറി രണ്ട് സ്പെഷ്യാലിറ്റി ആയിട്ടാണ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ട് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് പ്ലാസ്റ്റിക് സർജറിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിയും രണ്ടാമത്തേത് കോസ്മെറ്റിക് സർജറിയും. ക്ലിയർ ആയോ? വായിച്ചു നോക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയമൊന്നുമില്ല, എല്ലാരും വായിച്ചു നോക്ക്. ഡൗട്ട് ഒന്നുമില്ലല്ലോ? അടുത്തതിലേക്ക് പോകട്ടെ. യെസ്, ഓക്കെ.
Then the last support departments in OP. OP വരുന്ന OP department, outpatient department ലെ അവസാനത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് യൂറോളജി ആൻഡ് ആൻഡ്രോളജി. ഓക്കെ, അപ്പൊ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഔട്ട്പേഷ്യന്റിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ്, ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങളാണ് ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ അതിനകത്ത് വന്ന കുറെ ഡിപ്പാർട്ട്മെന്റുകൾ ഇതിനകം നമ്മൾ പരിചയപ്പെട്ടു. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് യൂറോളജി ആൻഡ് ആൻഡ്രോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രാഞ്ച് ഓഫ് മെഡിസിൻ വിച്ച് ഫോക്കസ് ഓൺ ദ സർജിക്കൽ ആൻഡ് മെഡിക്കൽ ഡിസീസസ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ യൂറിനറി ട്രാക്ട് സിസ്റ്റം ആൻഡ് ഓൾസോ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടാകുന്ന യൂറിനറി ട്രാക്ട് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? മൂത്രാശയ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും, അതായത് സ്ത്രീകൾക്കായിക്കോട്ടെ ആണുങ്ങൾക്കായിക്കോട്ടെ കേട്ടോ, പുരുഷന്മാരിലും സ്ത്രീകൾക്കും യൂറിൻ സംബന്ധമായിട്ടുള്ള ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടും മാത്രമല്ല മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിലിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഗൈനക്കോളജി. അപ്പൊ മെയിൽ നമുക്കറിയാം റീപ്രൊഡക്ഷന്റെ ഭാഗത്ത് രണ്ടുപേർക്കും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, മെയിലും ഫീമെയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. അപ്പൊ മെയിലിനും അതുപോലെ ഫീമെയിലിനും രണ്ടുപേർക്കും അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കാം? പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. റീപ്രൊഡക്ഷന്റെ സമയത്ത് ചിലപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ മേ ബി അഫക്ട് ദ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെ. നമ്മുടെ എന്താ പറയുക, പ്രത്യുൽപാദനത്തിന് അവിടെ എന്തെങ്കിലും തടസ്സങ്ങളും ഉണ്ടാകാം. അത് ആണുങ്ങൾക്ക് രീതിയിലാകാം, പെണ്ണുങ്ങളുടെ രീതിയിലാകാം. അപ്പൊ പുരുഷന്മാരിൽ കാണുന്ന റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് എന്തെങ്കിലും ഡിസീസസ് ഒക്കെ അല്ലെങ്കിൽ അത്തരം റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റും കൂടാതെ സ്ത്രീകളും പുരുഷന്മാർക്കും ഉണ്ടാകുന്ന യൂറിനറി ട്രാക്ട് സിസ്റ്റത്തിൽ മൊത്തം, അതായത് യൂറിൻ സംബന്ധമായിട്ടുള്ള മൂത്രാശയ സംബന്ധ രോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് യൂറോളജി എന്ന് പറയുന്നത്. ആൻഡ് ദ ഓർഗൻസ് വിച്ച് ഇൻക്ലൂഡ് ഇൻ യൂറോളജി, യൂറോളജിയിൽ വരുന്ന അവയവങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള അവയവങ്ങളാണ് ഇതിനകത്ത് വരുന്നത്, ഏതൊക്കെ ആ ഒരു യൂറോളജി വിഭാഗത്തിൽ വരുന്ന ഓർഗൻസിൽ നമ്മൾ ശരീരത്തിനകത്ത് എന്തൊക്കെ ഓർഗൻസ് ഇതിനകത്ത് വരും, അല്ലെങ്കിൽ ആ അവയവത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്നെങ്കിൽ നമുക്ക് യൂറോളജിയിൽ പോണോ, പിന്നെ ഡിപ്പാർട്ട്മെന്റിലാണോ പോകണ്ടേന്ന് അറിയണ്ടേ. അപ്പൊ അതിനകത്ത് വരുന്ന അവയവങ്ങളുടെ പേരുകൾ ഓർത്തിരിക്കുക: കിഡ്നി, adrenal glands, അന്തസ്രാവ ഗ്രന്ഥികള്, യുറേറ്റേഴ്സ്, യൂറിനറി ബ്ലാഡർ, യുറേത്ര, മൂത്രാശയം, എന്താ പറയാ, മൂത്രം പോകുന്ന മൂത്രനാളിയുണ്ട്, പിന്നെ സംബന്ധിച്ചൊക്കെയുള്ള യുറേറ്റേഴ്സ് ഉണ്ട്. പിന്നെ മാത്രമല്ല മെയിൽ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എല്ലാ ഓർഗൻസും, പുരുഷന്മാരുടെ എന്താ പറയാ പ്രത്യുൽപാദന അവയവങ്ങളെല്ലാം തന്നെ വരും. ഇതെല്ലാം തന്നെ ഈ വിഭാഗത്തില് യൂറോളജിയിൽ വരുന്ന ഓർഗൻസ് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് കമ്പൈൻസ് ദ മെഡിക്കൽ കണ്ടീഷൻസ് സച്ച് ആസ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, യൂറിൻ ഇൻഫെക്ഷൻസ് പോലെയുള്ള പ്രശ്നങ്ങൾ അതിനെ മാനേജ് ചെയ്യുന്നുണ്ട്. അതിനുള്ള മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സർജറീസ്, ഇപ്പൊ യൂറിനറി ട്രാക്ട് സിസ്റ്റത്തെ സംബന്ധിക്കുന്ന സർജറി അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ സംബന്ധിക്കുന്ന സർജറീസ് ആവശ്യമുണ്ടെങ്കിലൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് അത് ചെയ്തു കൊടുക്കുന്നത്. ആൻഡ് ഓൾസോ ഈ സർജറി ബ്ലാഡറിന് ഉണ്ടാകുന്ന സർജറി ആകാം. പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു ഓർഗനാണ്. അതായത് പുരുഷന്മാരുടെ പ്രത്യുൽപാദന അവയവങ്ങളിൽ പെട്ട ഒരു ഗ്ലാൻഡ് ആണ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ ഗ്ലാൻഡിന് അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള അബ്ഡോമിനൽ ഗ്രോത്ത് ഒക്കെ വന്നാൽ ചിലപ്പോൾ അത് ക്യാൻസർ ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. അത്തരം പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് റീപ്രൊഡക്ഷനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ക്യാൻസേഴ്സ്, കിഡ്നി സ്റ്റോൺസ് ആൻഡ് ഓൾസോ കോൺജനിറ്റൽ അബ്നോർമാലിറ്റീസ്, ജന്മനാ തന്നെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ. പിന്നെന്താ? ട്രോമാറ്റിക് സർജറി, വലിയ ആഘാതത്തിൽ നിന്നുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറീസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അതിനൊക്കെ സർജറി പ്രൊവൈഡ് ചെയ്തിരുന്നു അല്ലെ. അപ്പൊ ട്രോമാറ്റിക് ഇഞ്ചുറീസും ഇതൊക്കെ എന്താണ് യൂറോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ യൂറോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഓർഗൻസിലാണ്, ഏതൊക്കെ ഓർഗൻസിന് വേണ്ടി വരുന്ന അസുഖങ്ങളാണ് എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടാ. വരുന്നുണ്ട്, എൻഡോക്രൈനോളജിയിലും വരുന്നുണ്ട്, അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന അവയവങ്ങൾക്ക് അല്ലെങ്കിൽ ഓർഗൻസിനൊക്കെ നമ്മളുടെ യൂറോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മാത്രമല്ല യൂറിനറി ട്രാക്ട് സിസ്റ്റത്തെ സംബന്ധിക്കുന്ന എല്ലാ തരത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻസും ഇവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സർജറീസ് കൊടുക്കുന്നത് ബ്ലാഡർ, നമ്മുടെ ഈ എന്താ പറയാ മൂത്രാശയം, അതുപോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി സ്റ്റോൺസ്, പിന്നെ അബ്നോർമാലിറ്റീസ്, കോൺജനിറ്റൽ ആയിട്ടുള്ള അബ്നോർമാലിറ്റീസ്, പിന്നെ ട്രോമാറ്റിക് ഇഞ്ചുറീസ്, അതൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് യൂറോളജിയിലാണ്. ഓരോന്നും ആ ട്രീറ്റ്മെന്റ് എന്തിനൊക്കെയാണ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കാം കേട്ടോ. ഏതൊക്കെ ഓർഗൻസ് യൂറോളജിയുടെ കീഴിൽ വരുന്നുണ്ടെന്ന് പഠിക്കാം.
പിന്നെ അത് എന്തിനൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്? മെയിൽ ഫീമെയിൽ യൂറിനറി ട്രാക്ട് സിസ്റ്റം ആൻഡ് ഓൾസോ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ. അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിനകത്തൊക്കെ ഈ കുഞ്ഞു കുഞ്ഞ് എക്സ്പ്ലനേഷൻ ആണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് കൊടുത്തേക്കണേ. അതുകൊണ്ട് അത് തന്നെ ഫുള്ള് ഇമ്പോർട്ടന്റ് ആണ്. അതിന് നമുക്ക് ഇനി കളയാനൊന്നുമില്ല. അപ്പൊ സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് പോകുക. കാരണം ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ രോഗങ്ങൾ, ഏതൊക്കെ ഓർഗൻസ് എടുത്ത് പറയുന്നുണ്ടെങ്കിൽ ആ ഓർഗൻസ് എന്ത് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് വായിച്ചു നോക്കിയേ. എഴുതാനൊന്നും ഇല്ലല്ലോ, നമുക്ക് ഇവിടെ എത്രയും പറഞ്ഞതില് ഇവിടെയൊക്കെ തന്നെ ഉള്ളതുള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് നോട്ടായിട്ട് എഴുതാനൊന്നും ഇല്ല. ക്ലിയർ ആയോന്നൊന്ന് പറയുക. പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്താന്ന് പറയുന്നത്? പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് ആണ്. അത് എഴുതണം, അത് എഴുതിക്കൊന്ന. പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ക്യാൻസറിന് ഇതൊന്നും ഇല്ല, അത് പ്രോസ്റ്റേറ്റ് എഴുതിയാലും മതി. It's an important gland. Prostate എന്താണെന്ന് എഴുതുക, ഒന്ന് ഹൈഫൻ ഇട്ടിട്ട്. It is an important gland in male reproductive system. In male reproductive system. Male reproductive system. Full stop. The cancer in this gland is called prostate cancer. The cancer in this gland. Cancer in this gland is called prostate cancer. ഏതാണ് ഒന്നുകൂടി പറയണ്ടേ? പ്രോസ്റ്റേറ്റ് എന്താണെന്ന് പറയണോ? It is an important gland. It is an important gland in. It is an important gland in male reproductive system. Male reproductive system. The cancer in this gland is called. Cancer in this gland is called prostate cancer. കഴിഞ്ഞില്ലേ? ട്രോമ എന്ന് കേട്ടിട്ടില്ലേ? ട്രോമാറ്റിക് ഇഞ്ചുറി. അത് പെട്ടെന്ന് വലിയൊരു എന്താ പറയാ സഡൻ ആയിട്ട് ഉണ്ടാകുന്ന എന്തെങ്കിലും എന്താ പറയാ വീഴ്ച, അതായത് എന്തെങ്കിലും ഒരു വലിയ ആക്സിഡന്റ്, പെട്ടെന്ന് ആക്സിഡന്റ് ഒക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതാണല്ലോ അല്ലെ. ആക്സിഡന്റ് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് വലിയ എന്താ പറയാ വീഴ്ചയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഇഞ്ചുറീസ്, അതാണ് കേട്ടാ. നമ്മുടെ ടിഷ്യൂസിലൊക്കെ ഉണ്ടാകുന്ന ഇഞ്ചുറിയാണ്. വേണമെങ്കിൽ എഴുതിക്കോ, അത് വേണമെങ്കിൽ എഴുതിക്കോ. ട്രോമാറ്റിക് ഇഞ്ചുറി, അതെ, ആഘാതം എന്ന് മലയാളത്തിൽ പറയും. വലിയ ആഘാതത്തിൽ നിന്നുണ്ടാകുന്ന ഇഞ്ചുറിയാണ് ട്രോമ എന്നതിനെ ഷോർട്ടായിട്ട് നമ്മൾ പറയും. ട്രോമയിലോട്ടാണ് ട്രോമ. ഒന്ന് എഴുതണമെങ്കിൽ വേണമെങ്കിൽ എഴുതിക്കോ കേട്ടാ. ടിഷ്യൂ ഇഞ്ചുറി, ട്രോമാറ്റിക് ഇഞ്ചുറി വേണമെങ്കിൽ എഴുതിക്കോ. ട്രോമാറ്റിക് ഇഞ്ചുറി, TRAUMATIC ഇഞ്ചുറി, ട്രോമാറ്റിക് ഇഞ്ചുറി ഒരു ഹൈഫൻ ഇടുക. ടിഷ്യൂ ഇഞ്ചുറി, ടിഷ്യൂ TISSUE, tissue injury that occurs occurs suddenly due to
suddenly due to a violence or accidents. Due to a violence or accident. Due to a violence or accident. വലിയ അക്രമമൊക്കെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഭയങ്കര ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഭയങ്കര വലിയ അടിയൊക്കെ വന്നിട്ട് എന്തെങ്കിലും വെച്ചിട്ടൊക്കെ അടിയൊക്കെ വന്ന് വീഴൂലേ? അപ്പൊ നമ്മുടെ പല കലകൾക്കും എന്തെങ്കിലുമൊക്കെ തരം പ്രോബ്ലംസ്, ഇഞ്ചുറീസ് ഒക്കെ വരും. അതിനെയാണ് നമ്മൾ ട്രോമാറ്റിക് ഇഞ്ചുറി എന്ന് വിളിക്കുക. ഓക്കെ, യെസ്. അപ്പൊ നമ്മളുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളാണ് ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്തത് എന്തായിരുന്നു? മെഡിക്കൽ, നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെയാ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, മൂന്നായിട്ടാണ് തരം വെച്ചിരിക്കുന്നത്. അതിൽ ഔട്ട് പേഷ്യന്റ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ കണ്ടത്. അതിനകത്ത് OP ഡിപ്പാർട്ട്മെന്റുകളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് പഠിച്ചിരുന്നത്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ, സെക്കൻഡ് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ എന്താ പറയാ ട്രീറ്റ്മെന്റിൽ ഡയറക്ട്ലി പങ്കില്ല എങ്കിലും ഹോസ്പിറ്റൽസിന്റെ ഫംഗ്ഷൻസിനെ എന്താ പറയാ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ചില സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് അത്യാവശ്യം വേണം. അങ്ങനെ ഹോസ്പിറ്റൽസിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, ഹെൽപ്പ് ചെയ്യാനായിട്ട്. അതല്ലാതെ ഇതില്ലാതെ, ഇത്തരം ഡിപ്പാർട്ട്മെന്റുകളും കൂടി ഇല്ലാതെ ഒരു കംപ്ലീറ്റ് ഒരു ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷനിങ് പൂർത്തിയാകുന്നില്ല. ഓക്കെ, അപ്പൊ ഫോർ പ്രോപ്പർ ഫംഗ്ഷനിങ്, നല്ല രീതിയിൽ പ്രവർത്തിക്കാനും അതുപോലെ തന്നെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റൽസിൽ എന്താ പറയാ ഒരു ലാബ് ഇല്ലാതെയൊക്കെ നടന്നു പോകണമെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റ്സും അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെന്റ്സിന് നമ്മൾ കളക്റ്റീവ് ആയിട്ട് പറയുന്ന പേരാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പൊ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ? കുറച്ച് അവിടെ തന്നിട്ടുണ്ട്. ക്ലിനിക്കൽ ലബോറട്ടറീസ്, റേഡിയോ ഡയഗ്നോസിസ് സർവീസസ്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, hospital pharmacy, medical records, housekeeping, dietary service department, IT and communication, medical social service, physiotherapy, medical maintenance and engineering, purchasing department and materials management എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ്. ഇത്രയും സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഇനി പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ക്ലിനിക്കൽ ലബോറട്ടറീസ്, റേഡിയോ ഡയഗ്നോസിസ് സർവീസസ്, Central Sterile Supply Department, Hospital Pharmacy, Medical Records, Housekeeping, Dietary Service Department, IT and Communication, Medical Social Service, Physiotherapy, Medical Maintenance and Engineering, Purchasing Department or Materials Management. ഡിപ്പാർട്ട്മെന്റിന് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ നോക്കാം. എന്താണ് ഒന്നാമത്തെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്? ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് ഡോക്ടറെ കാണുന്നു, മരുന്ന് കുറിക്കുന്നു, മരുന്ന് വാങ്ങിച്ച് പുറത്തേക്ക് പോകുന്നു. ഡയറ്റ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുന്നു, ഫിസിയോതെറാപ്പി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നു. തീർന്നോ? ഇല്ല. ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനകത്ത് എന്താ പറയാ തെറാപ്യൂട്ടിക് എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്താ പറയാ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള സേവനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡയഗ്നോസ്റ്റിക്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സേവനങ്ങളും കൂടി ഒരു ഹോസ്പിറ്റലിൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് മറ്റ് അനേക സേവനങ്ങൾ തെറാപ്യൂട്ടിക് വിഭാഗത്തില്, ജനറൽ വിഭാഗത്തില്, ഇൻഫോർമേറ്റീവ് വിഭാഗത്തില് ആൻഡ് ഓൾസോ ഡയഗ്നോസ്റ്റിക് വിഭാഗത്തില് ആവശ്യമുണ്ട്. അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് അതിനകത്ത് ആദ്യത്തേത് ക്ലിനിക്കൽ ലബോറട്ടറീസ് ആണ്. എന്താണ് ക്ലിനിക്കൽ ലബോറട്ടറി? ഒരു ഹോസ്പിറ്റലിലെ ലാബ് കണ്ടിട്ടുണ്ടോ? ലാബ് കാണാത്തവരാരെങ്കിലും ഉണ്ടോ? ലബോറട്ടറി അകത്ത് നമ്മൾ പരിശോധിക്കാറൊന്നുമില്ല, എങ്കിലും പുറത്തു നിന്നിട്ടായാലും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ചിലപ്പോൾ ചില സമയത്ത് ചില ഹോസ്പിറ്റൽസിൽ ലാബിന്റെ ഉള്ളിൽ പ്രഷറോ ഷുഗറോ ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാനും, അതല്ല എങ്കിൽ എന്താ പറയാ എന്താണ് നമ്മളുടെ യൂറിൻ ഒക്കെ നമ്മൾ എടുത്തിട്ട് പരിശോധിക്കാൻ വേണ്ടി കൊടുക്കാനൊക്കെ നമ്മൾ അതിന്റെ വാദിക്കുകയും അകത്തൊക്കെ ചിലപ്പോൾ ഇച്ചിരിയൊക്കെ സ്പെൻഡ് ചെയ്താൽ ഒരു 2 മിനിറ്റ് ഒക്കെ അല്ലെ, അതിലും വേറെ നമ്മൾ അവിടെ ഇരുത്തുന്നല്ല, ഇഞ്ചക്ഷൻ തരാനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോഴൊക്കെ ലാബിന്റെ ഉള്ളിലായിരിക്കാം. അത് അങ്ങനെ നമുക്ക് കുറച്ച് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ഇതുമായിട്ട് നമുക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് ലബോറട്ടറീസിൽ. അപ്പൊ ക്ലിനിക്കൽ ലബോറട്ടറീസ് എന്ന് പറയുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് നോക്കാം. ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ക്ലിനിക്കൽ ലബോറട്ടറി ഈസ് ടു പെർഫോം ലാബ് ടെസ്റ്റ്. എന്താണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രാഥമികമായിട്ടുള്ള ഒരു ഫംഗ്ഷനിങ്? എന്താണ്?
ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ലബോറട്ടറിയുടെ പ്രാഥമികമായിട്ടുള്ള ഫംഗ്ഷൻ എന്താ? ടു പെർഫോം ലാബ് ടെസ്റ്റ്. ലാബ് ടെസ്റ്റുകൾ നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഈ പ്രധാനമായിട്ടും 6 രീതിയിലുള്ള എന്താ പറയാ ലാബ് ടെസ്റ്റുകളാണ് ഒരു ഹോസ്പിറ്റൽസിലുള്ളത്. പ്രധാനമായിട്ടും 6 രീതിയിൽ 6 കാര്യങ്ങളാണ് ലാബ് ടെസ്റ്റുകൾ പെർഫോം ചെയ്യാൻ വേണ്ടി ലാബ്സ് ഉപയോഗിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറയുന്നത് ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സീറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി. ഇങ്ങനെ 6 പ്രത്യേക രീതികളിലാണ് എന്ത് ചെയ്യുന്നത് ലാബ് ടെസ്റ്റുകൾ ഹോസ്പിറ്റൽസിൽ നടത്തുന്നത്. ഇത് ഓരോന്നും എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഉദാഹരണം ബാക്ടീരിയോളജി. ബാക്ടീരിയോളജി എന്താ? സ്റ്റഡി ഓഫ് ബയോളജി ആണ് അല്ലെ. അതായത് നമ്മുടെ ലൈഫുമായിട്ട്, അതായത് നമ്മളുടെ എന്താ പറയാ ഒരു വ്യക്തിയുടെയും എന്താ പറയാ ബയോളജിക്കൽ നമുക്കറിയാം ലൈഫ്, അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന എന്താ പറയാ നമ്മളിപ്പോ പറയുന്നത് ബയോളജി എന്ന് പറയുമ്പോൾ അറിയാലോ, ബയോളജിക്കൽ ടെസ്റ്റുകളൊക്കെ ഇഷ്ടംപോലെ നടത്താൻ വേണ്ടിയിട്ട് എന്താ പറയാ ഇക്കോളജി, അതുപോലെ തന്നെ ജനറ്റിക് മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ് ഇതിനകത്ത് നടത്തുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഇന്റേണലായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബോഡിക്കകത്ത് നിന്ന് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നു അല്ലെ. ലൈഫിനെ സംബന്ധിച്ച് നമ്മുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങള് ജീൻസിനെ സംബന്ധിക്കുന്നതാകാം മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള ഓർഗാനിസംസിനെ കുറിച്ചിട്ടുള്ള പഠനമൊക്കെ നടത്തുന്നു. പിന്നെ ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ അതന്നെ. അതുപോലെ തന്നെ ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഈ ലിവിങ് ഓർഗാനിസംസ് നമ്മുടെ ശരീരത്തിനകത്തുണ്ട് ഒരുപാട് ഓർഗാനിസംസ് അല്ലെ. അത്തരം ഓർഗാനിസംസ് മേക്ക് സം കെമിക്കൽ ചേഞ്ചസ്. നമ്മുടെ ശരീരത്തിൽ അതുങ്ങൾ ഉണ്ടാകുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ചില കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാകും നമുക്ക് ശരീരത്തിൽ. അത് പഠിച്ച് മനസ്സിലാക്കി അത് എന്ത് കാര്യം കൊണ്ടാണ് ഇങ്ങനെ രോഗം എങ്ങനെ വന്ന് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്തും. അതാണ് ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. ഈ മൈക്രോ ഓർഗാനിസംസ് വാട്ട് കെമിക്കൽ ചേഞ്ചസ് ആർ എഫക്ട് അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് വേംസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അതുപോലെ അപ്പൊ അങ്ങനെ വരുമ്പോ അതുകൊണ്ട് നമുക്ക് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വയറിനകത്തൊക്കെ ഉണ്ടാകാം. അതൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്താലേ മനസ്സിലാകുള്ളൂ അല്ലെ. നമ്മുടെ ബോഡിക്കകത്ത് നിന്ന് പലതരത്തിലുള്ള ഫ്ലൂയിഡുകൾ അല്ലെങ്കിൽ യൂറിന് അല്ലെങ്കിൽ ബ്ലഡ് ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചാലും ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ബയോകെമിസ്ട്രി എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. കെമിക്കൽ പ്രോസസ്സ് നടക്കുന്നത് വിച്ച് റിലേറ്റ്സ് ടു ലിവിങ് ഓർഗാനിസംസ്. നമ്മുടെ ഇത്തരം ശരീരത്തിൽ ഉണ്ടാകുന്ന ഇത്തരം ഓർഗാനിസംസ് ഉണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസ് അതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തുന്നതിനുള്ള ടെസ്റ്റ് ആണ് ബയോകെമിസ്ട്രി. ഹിസ്റ്റോളജി എന്താണെന്ന് അറിയാമോ? മൈക്രോസ്കോപ്പിക് സ്റ്റഡിയാണ്. അതായത് നമ്മുടെ ടിഷ്യൂസ്, നമ്മുടെ ഓർഗൻസ് ഇതൊക്കെ മൈക്രോസ്കോപ്പിൽ കൂടി നോക്കി ആ ടിഷ്യൂസിനോ അല്ലെങ്കിൽ ഓർഗൻസിനോ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ അതിനെയൊക്കെ ബാധിക്കുന്ന എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റിംഗ് ആണ് ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. ഇനി സീറോളജി ഉണ്ട്. ആന്റിബോഡി ടെസ്റ്റ് ആണ്. എന്താണ് ആന്റിബോഡി? അതായത് പ്രീവിയസ്ലി നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ്, വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, അതുകൊണ്ട് ഉണ്ടായെങ്കിൽ തന്നെ ഹൗ അവർ ബോഡി റിയാക്ട് ഓർ ഇമ്മ്യൂൺസ് അഗേൻസ്റ്റ് ഇറ്റ്, അതിനെ നമ്മളുടെ ശരീരം എങ്ങനെ പ്രതികരിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സീറോളജി. അതെ, ഓക്കെ. അതുപോലെയുള്ള ടെസ്റ്റുകൾ ഇപ്പൊ എന്താ പറയാ പല വൈറൽ ഇൻഫെക്ഷൻസും ഒക്കെ ഇന്ന് ആളുകളുടെ ഇതിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എന്തോരം ഫേസ് ചെയ്തു വൈറൽ ഇൻഫെക്ഷൻസ്. ഇതൊക്കെ നമ്മളുടെ ശരീരം എങ്ങനെയാണ് അതിനെ പ്രതികരിച്ചത്, നമ്മൾ എങ്ങനെ അതിനെ ഇമ്മ്യൂൺ ചെയ്തു നിന്നു, എങ്ങനെ റെസിസ്റ്റ് ചെയ്ത് നിന്നു, അതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സീറോളജി എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു സെന്റൻസിലേക്ക് തരാം. അടുത്തത് ഹെമറ്റോളജി ടെസ്റ്റ്. നമുക്കറിയാം ബ്ലഡിന്റെ സെൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡിയാണ് അല്ലെ ഹെമറ്റോളജി എന്ന് പറയുന്നത്. WBC RBC ഒക്കെ അതിനകത്ത് വരും. സൈറ്റോളജി സെല്ലിന്റെ സ്ട്രക്ചർ, ഫങ്ഷൻസ് അതിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ ഇങ്ങനെ പ്രധാനമായിട്ടും ക്ലിനിക്കൽ ലബോറട്ടറീസിൽ നടക്കുന്ന പ്രധാനപ്പെട്ട 6 ടെസ്റ്റുകളും ഏതൊക്കെയാണത്? ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സീറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി. ഓരോന്നും പ്രത്യേകം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. ഇനി വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മേക്കിംഗ് സച്ച് ലാബ് ടെസ്റ്റ്? ഇത്തരം ലാബ് ടെസ്റ്റുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് നമ്മുടെ ഹോസ്പിറ്റൽസിലെ ഫിസിഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാൻ, മെഡിക്കൽ സ്റ്റാഫിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം, എന്താണ് ഇവരുടെ രോഗം എന്നൊക്കെ അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അസിസ്റ്റിംഗ് ഓഫ് മെഡിക്കൽ സ്റ്റാഫ് ത്രൂ ദിസ് ടെസ്റ്റ് ടു പ്രിവെന്റ് ഓർ ടു ട്രീറ്റ് സച്ച് ഡിസീസ്. ഇത്തരം രോഗങ്ങളെ ചികിത്സിക്കാൻ, അത് വരാതിരിക്കാനുള്ള കാര്യങ്ങൾക്ക് മെഡിക്കൽ സ്റ്റാഫിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ടെസ്റ്റുകളുടെ, ക്ലിനിക്കൽ ലാബ് ടെസ്റ്റുകളുടെ എന്താ പറയുക പ്രധാനമായിട്ടുള്ള ഒരു എന്താ പറയാ സർവീസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫംഗ്ഷൻ അതാണ്. ഓക്കെ.
അപ്പൊ ഇതൊക്കെയാണ് ക്ലിനിക്കൽ ലബോറട്ടറീസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ക്ലിനിക്കൽ ലബോറട്ടറിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ, പ്രാഥമിക ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്ലിനിക്കൽ ലാബ് ടെസ്റ്റുകൾ പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും 6 ഏരിയാസ് ഓഫ് ക്ലിനിക്കൽ ലാബ് ടെസ്റ്റുകൾ ഉണ്ട്. ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സീറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ടു അസിസ്റ്റ് ദ മെഡിക്കൽ സ്റ്റാഫ് in making decisions, diagnosis, treatment and prevention of diseases. രോഗങ്ങൾ പ്രിവെന്റ് ചെയ്യുക, ഡയഗ്നോസിസ് ചെയ്യുക, അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കുക, എന്ത് രോഗമാണെന്ന് കൺഫേം ചെയ്യുക, ഇതൊക്കെയാണ് ഇതിന്റെ ഉദ്ദേശം. ക്ലിയർ ആയോ? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് വായിച്ചു നോക്കിയേ. ഇല്ല എങ്കിൽ ഒന്ന് വേഗം എഴുതിയെടുക്കാം. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ഹെഡിങ് കൊടുക്കണം. അതിന്റെ താഴെ ക്ലിനിക്കൽ ലബോറട്ടറീസിനും ഹെഡിങ് കൊടുക്കണം, സബ് ഹെഡിങ് ആയിട്ട്. അതിന്റെ താഴെ എഴുതിയാൽ മതി ഓരോന്നും. ബാക്ടീരിയോളജി പെട്ടെന്ന് എഴുതണം. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ഹെഡിങ് കൊടുക്കുക. ക്ലിനിക്കൽ ലബോറട്ടറീസിന് വീണ്ടും ഒരു ഹെഡിങ് കൊടുക്കുക. അതിന്റെ താഴെ ബാക്ടീരിയോളജി എന്ന് എഴുതുക. എന്നിട്ട് ചെറിയൊരു ഹൈഫൺ ഇടുക. എന്താണ് ബാക്ടീരിയോളജി എന്ന് ഒന്ന് കുഞ്ഞിതായിട്ട് എഴുതിക്കുക. Study of living organisms. Study of living organisms. Bacteriology ആണ് ഇപ്പൊ പറഞ്ഞത്. Study of living organisms. രണ്ടാമത്തേത് ബയോകെമിസ്ട്രി. എഴുതുന്നുണ്ടോ? എന്തെങ്കിലും അത് ഞാൻ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഞാൻ വെറുതെ സമയം കളയണ്ട. എഴുതുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ബയോകെമിസ്ട്രി നമുക്ക് പിന്നീട് വായിക്കി പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എക്സ്ട്രാ ഇല്ല, പക്ഷെ എങ്കിലും ജസ്റ്റ് ഒന്ന് അറിയാം എന്താണ് സംഭവം. ആ ടേം ഒന്ന് പറയുമ്പോ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ബയോകെമിസ്ട്രി എഴുതുക. കെമിക്കൽ പ്രോസസ് PROCESSES processes relating to living organisms. Chemical processes relating to living organisms. Next one, histology. മൂന്നാമത്തേത് ഹിസ്റ്റോളജി. ലിവിങ് LIVING ലിവിങ് ഓർഗാനിസംസ്, ജീവനുള്ള ജീവികൾ. ഓക്കെ. തേർഡ് വൺ, ഹിസ്റ്റോളജി. മൈക്രോസ്കോപ്പിക് സ്റ്റഡി ഓഫ് മൈക്രോസ്കോപ്പി കൂടി പഠിക്കുകയാണ്. മൈക്രോസ്കോപ്പിക് സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. നമ്മുടെ ശരീരത്തിലെ പല ഓർഗൻസ്, അതുപോലെ അതിന്റെ കലകൾ, ഇതിനെ കുറിച്ചൊക്കെ മൈക്രോസ്കോപ്പി കൂടിയുള്ള പഠനം, അതാണ് ഹിസ്റ്റോളജി. ഓക്കെ. സീറോളജി. Antibody test, ANTI, PODY, antibody test to ascertain, ASCERTAIN, to ascertain previous viral infections, and body's immune against it. Body apostrophe ആണ് ട്ടാ. ബോഡിയുടെ, ശരീരത്തിന്റെ body's immune, IMMUNE, immune against it, അതിനെങ്ങനെ പ്രതിരോധിച്ചു എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പഠനം. നെക്സ്റ്റ് വൺ, ഹെമറ്റോളജി. HAEMATOLOGY. Hematology, hyphenated data, study of blood and blood disorders. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹെമറ്റോളജി. Study of blood and blood disorders. And the last one, cytology. CYTOLOGY. Study of cells. CELLS, cells, its origin,
its origin, origin, its origin and its functions. അതായത് സെല്ലിന്റെ ഒറിജിൻ അതിന്റെ ഉത്ഭവം എവിടെന്നാണ്, അതിന്റെ ഫങ്ഷൻസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പഠനം, സൈറ്റോളജി. ഓക്കെ.